എൻ്റെ തിമിരക്കല്ലാട് എന്ന് നിദ്രാവസ്ഥയെങ്കില് സ്വപ്നത്തെ കാട്ടിക്കൊടുത്തെൻ്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ അന്ന് ആഴിക്കോട്ട് തറയിങ്കൽ ചെന്ന് ചങ്ങാതി ഒരിക്കൻ ചേറി ഉടവൻ മുണ്ടയാടൻ മാവില മരുതയോടൻ ഇങ്ങനെ ആറില്ലത്തെ അകമ്പടിമാരിക്കം കാട്ടിക്കൊടുത്തു ഞാൻ. അന്ന് കാക്കയ്ക്കും പരുന്തിലും ഇരിക്കാൻ വൃക്ഷമില്ലാതെ മണൽപ്പുര പ്രദേശത്തെ കരിമരം കൊണ്ട് കാവാക്കിട്ട് പെരുകാവുന്ന് പമ്മീനെയും മറുകാവുന്ന് നരിയെയും മുളക്കിച്ചു. ചാലാട്ട് കടപ്പുറം മുൻവേദമായിട്ട് യുദ്ധമുണ്ടാക്കി ഇയ്യഞ്ചേരി പട്ടറെ പാൽക്കിനത്തിൽ തുള്ളിച്ചു. ആരെക്കൊണ്ട് വേണം എന്റെ അഭിമാനം പൊഴിക്കാൻ? ചെപ്പും കാണാത്ത ഇയ്യഞ്ചേരിയിലത്തെ അകമ്പടിയെ കൊണ്ട് ചെവിട്ട് കൊണ്ടിൽ വെടിവെപ്പിച്ചു. ഊണമില്ലാത്ത പൊലിത്തോൾ നാട് വാഴുന്നവന് കാണാൻ തക്കവണ്ണം വെടിപ്പിച്ചു. വളഭക്ഷണത്തെ കോട്ടയെങ്കിൽ കൊണ്ട് നിർത്തിച്ചു. അന്ന് കോട്ടവാതുക്കൽ തണ്ടാനെ കൊണ്ട് മീതുപാത്രവും മന്ത്രപാത്രവും മീൻകോലും ഇറച്ചിക്കോലും നെരിപ്പടയുമായി തെളിമ വിട്ട് കയ്യേറ്റു ഞാൻ. ഇതുകൊണ്ടും മതിപോരാ എന്നവസ്ഥ കരുതി അന്ന് കുലവൻ എന്ന നാമധേയത്തെ വിളിച്ചുവല്ല. എൻ്റെ സിംഹാദേവൻ തിരുവരുടെ നല്ലതാൽ നാടുവാഴുന്ന ഉടയവൻ. അതുകൊണ്ട് അഭിമാനം പൊഴിച്ചിരിക്കുന്ന ദേവൻ തന്നെ എൻ്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ അന്ന് കുന്നിലും കോലാർക്കുന്നും ചെട്ടിയാർക്കുന്നും ഭഗവൻ കടവും വൈൻകടയും 72 അകമ്പടിയിലെ കുട്ടി കയ്യുറക്കി അതിനകത്ത് തൃപ്രം പുളിയും നഞ്ചും നായാട്ടും ജയം വരുത്തി കൊടുത്തു. എൻ്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ ഇങ്ങനെ പരന്ന വെള്ളം പോലെയും പടർന്ന വള്ളി പോലെയും ഭൂമി കുഴിഞ്ഞ ദിക്കങ്കാൽ സമുദ്രം നിൽക്കും പ്രകാരത്തും വണ്ണം അവിടെ നിലയുറപ്പിച്ച ദേവനാണല്ലോ. എട്ടെല്ലത്തിൻ്റെ ചെറ്റയ്ക്ക് പറ്റിയിട്ടെങ്കിലും അഭിമാന്യം പൊഴിച്ചിരിക്കുന്ന ദേവനാണ് എൻ്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ. അതുകൊണ്ട് ചാൽവഴക്കം കോളീക്കര ഉച്ചക്കത്തകഞ്ഞ് മൈന്തമര്യം മന്തിറക്ക് കോട്ടപ്പാറ അന്ന് അല്ലട സുരുവത്തിങ്കൽ ആനവാതുക്കൽ കരിവീരനും കോട്ടച്ചേരി പട്ടറെ കന്നീരാശിയും മുളങ്കൂറ്റ് സുരുവത്തിങ്കൽ ചെരുക്കവീരനും ചള്ളത്തോറും കോട്ടപ്പാറ കുഞ്ഞിത്തോരനും കവനാട്ട് സുരുവത്തിങ്കൽ അണിയം ചുരുക്കത്ത് അണിഞ്ഞ പത്തി കേളനും ചെറുക്കുളത്ത് കേളരും 3000 വട്ടം നാട്ടിനകത്ത് കുട്ടിയാടിയും തലപ്പത്തേരിയും 5000 വട്ടം നാട്ടിനകത്ത് കല്യാണത്ത് മഞ്ചും കൊപ്പളത്തേക്ക് എളിനും ഇങ്ങനെയൊക്കെതിനാലും വഴക്കം വരുത്തിയല്ലോ എൻ്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ. ദേവന പറഞ്ഞാൽ തീരുവ കഥ. അതുകൊണ്ട് അത്ഭുത ചൊല്ലിക്കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴെങ്ങനെ കണ്ട് ദേവന് നഷ്ടമായി കൊള്ളാൻ തക്കവണ്ണം ഭാവിക്കുന്നേ. അതുകൊണ്ട് പരന്ന വെള്ളം പോലെ ഒന്നാവാ വീട്ടിലെത്തോട് തന്നെ രാജാ. അതുകൊണ്ട് വീടിങ്ങനെ കണ്ട് ഇങ്ങനെ കാണുന്ന മനുഷ്യങ്ങളെ ദേവനോട് തന്നെ വീടിങ്ങനെ കണ്ട് ദേവനൊന്ന് അസ്തമയം കൊള്ളാൻ തക്കവണ്ണം ഭാവിക്കുന്നേ. അതുകൊണ്ട് ദേവൻ കൈപ്പകർച്ചയായിട്ട് സഞ്ചരിക്കുന്ന പച്ചേരി പുഷ്പങ്ങളിലൊരു സൂനമെന്ന് കരുതി ഹരിനാരായണ എന്നോ ഹരി ഗോവിന്ദ എന്നോ ഓം നമശിവായ എന്ന മന്ത്രം ആത്മാവിനകത്തോ ഉരുക്കഴിക്കവന്നെ വരും. അതുകൊണ്ട് എൻ്റെ കാവിൽ മുഠാനുകൾ തറവാടാധാരമായിട്ട് വൈഡൂരം വിളയുന്ന പുഞ്ചഭൂമിയാക്കി തീർത്തിട്ട് ഐശ്വര്യമായിട്ട് വേണ്ട കൈവല്ലം എൻ്റെ സിംഹാദേവൻ്റെ നല്ലതാൽ ഈ ദേവൻ ഉണ്ടാക്കി തന്നിട്ട് നേരായ വഴിക്ക് നടത്തേക്കും ദേവരോട് തന്നെ. അതുകൊണ്ട് അസ്തമയം കൊല്ലട്ടെ ദേവൻ. വോളണ്ടിയേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയിലേക്ക് ആഷിക മനോജ് എന്ന കുട്ടിയെ ഈ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഓഫീസുമായി ബന്ധപ്പെടുക.